السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കുമാറാകട്ടെ. വന്നുപോയ മുഴുവൻ അപാകതകൾ, വീഴ്ചകൾ, പാകപ്പിഴവുകൾ അല്ലാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ മുഅ്മിനീങ്ങൾക്കും അർഹമായ പ്രതിഫലം, അതുപോലെ തന്നെ അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുത്ത് അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുത്ത എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു കരകയറ്റുമാറാകട്ടെ. അതുപോലെ തന്നെ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പല മുഅ്മിനീങ്ങളും പലവിധ പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. കമൻറ്റുകളായൊക്കെ രേഖപ്പെടുത്തിയ പല പ്രയാസങ്ങളും കണ്ട് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. ചില സമയത്ത് അല്ലാഹു എല്ലാവരുടെയും വിഷമങ്ങൾക്ക് അറുതി വരുത്തുമാറാകട്ടെ. ആത്മാർത്ഥമായിട്ട് നമുക്കൊക്കെ ദ്വാരക്കാൻ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദ്വാ മജ്ലിസുകളിലൊക്കെ നിങ്ങളെ ഓർക്കലുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലും അതുപോലെ ഞായറാഴ്ചകളിലൊക്കെ നമുക്ക് നടക്കുന്ന സദസ്സുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാറുണ്ട്. അല്ലാഹു എല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അറിവുകൾ മറ്റുള്ളവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. കാരണം അതിൻ്റെയും ഒരു മിസ്ൽ സവാബ് നമ്മൾ ഈ കേൾക്കുന്നത് പോലെ നമ്മളുടെ അക്കൗണ്ടിലേക്ക്, നമ്മളുടെ നന്മയുടെ ഭാഗത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി ചേർക്കും. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനൊക്കെ വലിയ കൂലിയുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ, പരിശുദ്ധ ഖുർആനിൽ കാണാം, നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, തഖ്വയ്ക്ക് വേണ്ടിയും ഗുണത്തിന് വേണ്ടിയും ഒക്കെ പരസ്പരം സഹായിക്കണം. നമുക്കൊരു അറിവ് കിട്ടി, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു, നന്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്, പകർന്നു കൊടുക്കുന്നത്, അതിന് കൂലിയുണ്ട്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, തെറ്റിനും അതുപോലെ ശത്രുതയ്ക്കും ഒന്നും നിങ്ങൾ പരസ്പരം നിൽക്കാൻ പാടില്ല, സഹായിക്കാൻ പാടില്ല. ഒരു തിന്മയായ കാര്യം, ഒരാവശ്യമില്ലാത്തത് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അത് മറ്റുള്ളവരിലേക്ക് പോവുക. തിന്മ പരക്കാൻ വളരെ എളുപ്പമാണ്, നന്മ പ്രചരിക്കാൻ കുറച്ച് പ്രയാസമാണ്, അല്ലേ? ഖുർആനിന്റെ ആയത്തുകൾ ഓതിയ ഒരു വീഡിയോ നമുക്ക് മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാൻ വലിയ പ്രയാസം. എന്നാലോ നല്ലൊരു സിനിമാ പാട്ട് അല്ലെങ്കിൽ നല്ലൊരു മ്യൂസിക് ഉള്ളൊരു പാട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കാനും അത് ഫോർവേഡ് ചെയ്യാനൊക്കെ ഭയങ്കര രസമാണ്. അത് സ്റ്റാറ്റസ് വെക്കാൻ ഭയങ്കര രസമാണ്. എന്തേ കാരണം? അത് നാലാൾ കേട്ടാൽ നല്ല കൗതുകം ഉണ്ടാവും. പക്ഷേ അത് കാരണം നമ്മൾ ഈ ചെയ്യുന്ന നമ്മുടെ ഈ പ്രവൃത്തി കാരണം ആരൊക്കെ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ടോ, ആരിലേക്കൊക്കെ അത് പോകുന്നുണ്ടോ, ആരൊക്കെ അത് കേൾക്കുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ഒരു കുറ്റം നമ്മളുടെ അക്കൗണ്ടിലേക്കും നമ്മുടെ തിന്മയുടെ ഭാഗത്തേക്കും എഴുതി ചേർക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബും അതീദും എഴുതിയിട്ടല്ലാതെ, രേഖപ്പെടുത്തിയിട്ടല്ലാതെ, അറിഞ്ഞിട്ടല്ലാതെ ഒരൊറ്റ ലഫ്ള് പോലും മൊഴിയാൻ നമ്മളെ കൊണ്ട് പറ്റൂല, ഒരു കാര്യം ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നന്മകൾ പ്രചരിപ്പിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഇൻഷാ അല്ലാഹ് സാധാരണഗതിയിൽ സാധാരണ രൂപത്തിൽ നമ്മൾ ഒരു ദുആയോ ദിക്റൊക്കെ ആയിട്ട് വരാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ചില സൂറത്തുകളുടെ ശ്രേഷ്ഠത പഠിക്കാം. നമ്മൾ സ്ഥിരമായി ഓതുന്ന വലിയ സൂറത്തുകളൊന്നും അല്ല, പേടിക്കേണ്ട. ചെറിയ ഒരു 3-4 സൂറത്തുകളുടെ ഫളുലുകൾ, ശ്രേഷ്ഠതകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. എന്താണ്? സാധാരണഗതിയിൽ നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ വളരെ പ്രതിഫലമുള്ള ഒരു ഗ്രന്ഥമാണ്. നോക്കിയാലും തൊട്ടാലും ചുമന്നാലും ഖിദ്മത്ത് ചെയ്താലും പഠിച്ചാലും പഠിപ്പിച്ചാലും ഓതിയാലും കാണാതെ പഠിച്ചാലും കണ്ടുപഠിച്ചാലും ഒക്കെ എന്ത് ചെയ്താലും കൂലിയുള്ള ഒരു വസ്തു ദുനിയാവിലുള്ളത് അത് പരിശുദ്ധ ഖുർആനാണ്, അല്ലേ? ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ എന്ത് ചെയ്യരുത്, ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, ശുദ്ധിയില്ലാതെ തൊടാൻ പറ്റൂല. കാരണം അത്രയും ശ്രേഷ്ഠതയുള്ള അല്ലാഹുവിന്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഈ ഖുർആൻ എല്ലാ സൂറത്തുകൾക്കും വലിയ ശ്രേഷ്ഠതയുണ്ട്, വലിയ മഹത്വമുണ്ട്. ഖുർആന്റെ ഓരോ ആയത്തുകൾക്കും ഖുർആന്റെ ഓരോ അക്ഷരങ്ങൾക്കും വലിയ ഫضലുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. ഖുർആനിൽ നിന്നും ഒരു അക്ഷരം ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവന് 10 നന്മ കുറഞ്ഞത് കിട്ടും. നബി തങ്ങൾ എന്നിട്ട് പറയാം, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, പരിശുദ്ധ ഖുർആനിലെ അലിഫ് ലാം മീം എന്ന 3 അക്ഷരം ചേർന്ന ഒരു ആയത്ത്. ഇത് ഒരൊറ്റ ആയത്താണ്, 3 അക്ഷരം മാത്രമേ ഉള്ളൂ. ഇതൊരൊറ്റ ആയത്താണ് എന്ന് ഞാൻ പറയൂല. ബൽ ലാക്കിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ, അതിലെ അലിഫ് എന്നത് ഒരു അക്ഷരമാണ്, അപ്പോൾ 10 നന്മ. ലാം എന്നത് മറ്റൊരു അക്ഷരമാണ്, 20 നന്മ. മീം എന്നത് മറ്റൊരു അക്ഷരമാണ്, 30 നന്മ. കുറഞ്ഞതാണ്, ഏറ്റവും കുറഞ്ഞത് അലിഫ് ലാം മീം. ഇങ്ങനെ ഒരാൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ, അതായത് തജ്വീദ് അനുസരിച്ചിട്ട് ലാമ് നീട്ടി മീമും അണിച്ച് നീട്ടി ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരാൾ അലിഫ് ലാം മീം പാരായണം ചെയ്ത് കഴിഞ്ഞാൽ 30 നന്മ. ഒരു നന്മ ചെയ്യണമെങ്കിൽ എത്ര പാടാന്നറിയോ? നമ്മൾ 30 ഉള്ളൂ എന്ന്. ഒരു നന്മ നമുക്ക് ചെയ്യണമെങ്കിൽ എത്ര പ്രയാസം ഉണ്ടെന്നറിയോ? എന്നാൽ നിസാരമായ സംഗതികൾ കൊണ്ട് നന്മയുടെ അക്കൗണ്ട് നമുക്ക് വലുതാക്കാൻ പറ്റും. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 30 നന്മ. കുറഞ്ഞതാണ് കേട്ടോ, കൂടിയത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് എത്രയും തരും. അവൻ നൽകുന്നതിന് ഇന്നല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, കണക്കുണ്ടാവൂല. അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചാൽ അവിടെ കണക്കുണ്ടാവൂല. പക്ഷെ ഏറ്റവും കുറഞ്ഞൊരു കണക്ക് പറഞ്ഞാണ് എന്ത്, 30 നന്മ. അലിഫ് ലാം മീം എന്ന പാരായണത്തിന് യാസീൻ 2 അക്ഷരമേ ഉള്ളൂ. ഈ 2 അക്ഷരത്തിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് 20 നന്മ കുറഞ്ഞത് കയറി.
ആലോചിച്ച് നോക്കി. 2 വാക്ക് ഒരാൾ പറഞ്ഞാൽ, ഒരാൾ പറയാണ് നിങ്ങൾ 2 അക്ഷരം പറഞ്ഞാൽ 20 രൂപ തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയൂലേ? നമ്മൾ എത്ര അക്ഷരം പറയും? വേറെ 2 അക്ഷരം വെറുതെ പറഞ്ഞാൽ മതി. 2 അക്ഷരം മലയാളത്തിൽ നിന്നുള്ള 2 അക്ഷരം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അറിയുന്ന മുഴുവൻ 56 അക്ഷരങ്ങളും തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ നമ്മൾ പറയും. എന്തേ കാരണം? 2 അക്ഷരത്തിന് 20 രൂപയാണെങ്കിൽ കണക്കൂട്ടി എത്ര രൂപ കിട്ടും? ദുനിയാവിൽ അങ്ങനെയാണ്. എന്നാൽ അള്ളാഹു പറയാണ് എന്ത്? നബിതങ്ങൾ പറയാണ് 2 അക്ഷരം, 1 അക്ഷരം ഖുർആനിൽ നിന്ന് ഓതിക്കഴിഞ്ഞാൽ 10 നന്മ കിട്ടും. എനിക്കത് വേണ്ട കേട്ടോ, ആ നന്മ എനിക്ക് വേണ്ട കേട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത അതാണ്. അള്ളാഹു മാറ്റി തരുമാറാകട്ടെ, നല്ല കൽബ് നൽകുമാറാകട്ടെ. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ അള്ളാഹു നമ്മൾ നല്ല കൽബ് നൽകുമാറാകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും നല്ല പ്രവർത്തനങ്ങൾ, അമലുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുന്നവരാണ്, എന്നെപ്പോലെ ദോഷികൾ ഒഴികെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ ഖുർആൻ വളരെ മഹത്വമുള്ള ഗ്രന്ഥമാണ്, പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കുന്നതും അതാണ് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരാരാണെന്നറിയോ? കുറേ സമ്പത്തുള്ള ആളല്ല, കുറേ സ്ഥാനമാനമുള്ള ആളല്ല, വലിയ പവറുള്ള പദവിയുള്ള അല്ലെങ്കിൽ കുറേ പരിചാരകരുള്ള വലിയ മുതലാളി ഒരിക്കലും അല്ല കേട്ടോ. അതൊക്കെ ദുനിയാവിൽ ഇട്ടിട്ട് പോകും അല്ലേ? സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണു വാരിയിട്ടതത്ഭുതമല്ലേ അല്ലേ? നമ്മുടെ കൂടെ പരിചാരകരായിട്ടുണ്ടായിരുന്ന, നമ്മുടെ സ്നേഹിതരായി നമ്മുടെ തോളിൽ കൈയിട്ട് നടന്നിരുന്ന, നമ്മുടെ കൂടെ കിടന്നിരുന്ന ആൾക്കാരടക്കം പിടിമണ്ണ് വാരിയിട്ട് ഇങ്ങനെ എടുത്തത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറ. മണ്ണ് വാരി, 3 പിടി മണ്ണ് വാരി ഇട്ടിട്ട് കൈയും കഴുകി പൊടിയും തട്ടിയിട്ട് അവരങ്ങോട്ട് ഒരു പോക്കങ്ങോട്ട് പോകുന്നൊരു രംഗം വരാനുണ്ട്. അവിടെ ആരും കൂട്ടിനുണ്ടാവൂല കേട്ടോ, അവിടെ ആരും കൂട്ടിനുണ്ടാവൂല, ഒരാളും കൂട്ടിനുണ്ടാവില്ല. അവിടെ നമുക്ക് കൂട്ടിനുണ്ടാകുന്നത് നമ്മൾ ഓതിയ ഖുർആൻ ഷരീഫുകൾ, നമ്മൾ ഓതിയ അതുപോലെ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകൾ, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതിയിട്ടൊന്നും നേടാനില്ല. അല്ലെ വലിയ പണം ഉണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു, പ്രതാപം ഉണ്ടായിരുന്നു, അതൊന്നും ഒരു കാര്യമേ അല്ല. അതൊന്നും ഒരു കാര്യം, ഞാൻ വലിയ പള്ളിയുടെ ഖത്തീബാണ് എന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അതൊക്കെ ദുനിയാവ് കഴിഞ്ഞാൽ, മയ്യത്തായി കഴിഞ്ഞാൽ പിന്നെ എന്നെ വിളിക്കുന്നത് മുജീബ് ഫൈസാനി എന്നല്ല, അല്ലെ സൈദാർ പള്ളി ഖത്തീബ് എന്നല്ല പിന്നെ വിളിക്കുക എന്താ? മയ്യത്ത് എന്നാ. വാപ്പാനെ വിളിക്കല് എന്താ വിളിക്കുക? വാപ്പാന്ന് വിളിക്കോ? പിന്നെ ഇല്ല, മയ്യത്തെടുത്തോന്നാ ചോദിക്കുക. ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെയാണ്, പേര് മാറും അല്ലേ? നമ്മൾ നമ്മുടെ ശ്വാസം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേര് തന്നെ മാറും. വിളിക്കുന്ന പേരു മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. വിളിക്കുന്ന പേരു മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. അല്ലേ? വിളിക്കുന്ന പേരങ്ങോട്ട് മാഞ്ഞു പോകും, പിന്നെ അതുണ്ടാവൂല. നമ്മളെ വിളിച്ചിരുന്ന എത്ര വലിയ പേരാണ്, ഹാഫിസ്, മുജീബ് റഹ്മാൻ, ഫൈസാനി എന്നൊക്കെ നോട്ടീസിൽ ഇങ്ങനെ അച്ചടിച്ചു വരുന്ന നല്ല രസമാണ് കാണാൻ. പക്ഷേ മരിച്ചു കഴിഞ്ഞാലോ മയ്യത്ത് നിസ്കരിക്കണമെന്നും പറഞ്ഞാൽ നോട്ടീസ് ഉണ്ടാകും. പേരുണ്ടാവും താഴെ, ആരാണ് മയ്യത്തായെന്നറിയാൻ. ഈ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനാണ് കൽപ്പിക്കുക, മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാനാ പറയാ, പിന്നെ മയ്യത്തെന്നാവും പേര് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് അഹങ്കാരം നമുക്ക് ഉണ്ടാവാൻ പാടില്ല അല്ലേ? മതിച്ചിടേണ്ട, കളിച്ചിടേണ്ട, മരണം നിന്നെ തേടി വരും. ഒരു പഴയൊരു പാട്ട് ഞാനിങ്ങനെ ഓർമ്മ വന്നാണ്. എത്ര അർത്ഥവത്തായ പഴയ പാട്ടുകളുണ്ട്, മരണത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ. അപ്പോൾ ഇതാണ് സത്യാവസ്ഥ. ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ജീവിക്കുന്ന ജീവിതം അള്ളാഹു നൽകിയ ഔദാര്യം മാത്രമാണ്. നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ റബ്ബ് നൽകിയതാണ്. അപ്പോൾ അതൊന്നും എന്തല്ല, ഈ ശാശ്വതമായി നിൽക്കുന്നതല്ല. ദുനിയാവിൻ്റെ ഒരു സ്ഥാനമാനങ്ങളും ശാശ്വതമല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞ ഖൈറുക്കും, നിങ്ങൾ ഏറ്റവും ഉത്തമൻ ഈ ദുനിയാവ് കുറേ കിട്ടിയവനല്ല, മൻ തഅല്ലമൽ ഖുർആന വ അല്ലമ. അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമുമായിട്ട് കണക്ഷൻ ഉള്ളവനാണ്, അത് പഠിച്ചവനാണ്, അത് പഠിപ്പിക്കുന്നവനാണ്, അവർക്കാണ് ഏറ്റവും വലിയ സ്ഥാനമാനങ്ങളെന്ന്. അള്ളാഹു അത്തരത്തിൽ നമ്മയൊക്കെ പഠിച്ചു തരുമാറാകട്ടെ. പഠിക്കുക എന്ന് പറഞ്ഞാൽ കോളേജിൽ പോയി ബിരുദത്തിന് വേണ്ടി പഠിക്കൽ മാത്രമല്ല, ഇതുപോലെയുള്ള ക്ലാസ്സുകൾ കേട്ട് ഖുർആൻ മനസ്സിലാക്കലൊക്കെ ആ ഖൈറായ പട്ടികയിൽ പെടാൻ സാധിക്കും. അത്തരത്തിലാക്കി അള്ളാഹു ഇത് ഖബൂലാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 1-2 സൂറത്തുകൾ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നെയാണ്. എന്ത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി തങ്ങൾ പറയാം, മൻ ഖറഅ ഫീ ലൈലത്തിൻ ഇദാ സുൽസിലത്തിൽ അർദു. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാല. ഞാൻ സൂറത്ത് ഒന്ന് ഓതാം ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ഒന്ന് ഓതി നോക്കാം. ഞാൻ അങ്ങനെ തന്നെയാണ് ഓതുന്നതെന്ന്, ഖുർആനിലുള്ളത് പോലെ തന്നെയാണ് നമ്മൾ ഓതുന്നതെന്നൊന്ന് ഓതി നോക്കാം. നമ്മുടെയൊക്കെ ഓതൽ പല സുഹൃത്ത് ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ 4 പേരെടുത്ത് പറഞ്ഞാൽ 40 പോലത്തെ ഓതും. അങ്ങനെയാണ് നമ്മുടെ ഓതൽ പലപ്പോഴും. ഫാത്തിഹ ഒക്കെ കൃത്യമായി പഠിക്കണം, ഫാത്തിഹ സൂറത്തൊക്കെ കൃത്യമായി ഓതാൻ പഠിക്കണം, അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിവിൻ്റെ പരമാവധി. വലിയ കാര്യമാണെന്ന് കഴിഞ്ഞില്ലെങ്കിലും കഴിവിൻ്റെ ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നമുക്കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക, തഖ്വ ചെയ്തൊക്കെ ജീവിക്കണം. അതുകൊണ്ട് നല്ല അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച്
ഓതാൻ ശ്രമിക്കണം. എങ്ങനെങ്കിലുമൊക്കെ ഓതി തീർക്കുക, സ്വിച്ചിട്ടതുപോലെ ഓതി തീർക്കുന്ന ഒരു പരിപാടി അതൊക്കെ മാറ്റി വെക്കണം. നമ്മൾ നിസ്കരിക്കുമ്പോഴൊക്കെ നിസ്കാരം സ്വഹീഹാകണമെങ്കിൽ ഫാത്തിഹ ഒക്കെ ക്ലിയർ ആയിരിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇങ്ങനെ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചോതാൻ നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം നൽകുമാറായിട്ട്. ശ്രദ്ധിക്കണം, ഈ സൂറത്തുൽ സിൽസാൽ എല്ലാ രാത്രിയിലും ഒരാൾ പാരായണം ചെയ്താൽ കാനത്ത് ലഹു കഇദിലി നിസ്ഫിൽ ഖുർആൻ, അത് അവന് ഖുർആനിന്റെ പകുതി ഓതിയതിനോട് സമമായി നിൽക്കുന്നതാണ്. ഖുർആന്റെ പകുതി ഭാഗം, അതായത് നിസ്ഫുൽ ഖുർആൻ എന്ന് വെച്ചാൽ ഖുർആൻ നേർപകുതി 15 ജുസ് ഓതിയതിന് സ്ഥാനത്ത് നിൽക്കുന്നതാണ് സൂറത്തുൽ സിൽസാൽ എന്ന്. നോക്ക് നിങ്ങൾ, എന്തായാലും ഒരാൾ ഖത്തം ഓതാൻ നേർച്ചയാക്കിയിട്ട് സൂറത്തുൽ സിൽസാൽ 2 വട്ടം ഓതി കഴിഞ്ഞാൽ അതിന്റെ കൂലി കിട്ടും. അല്ല, അത് പൂർത്തിയാകൂല കേട്ടോ. ഖത്തം ഓതാൻ നേർച്ചയാക്കി കഴിഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പൂർണ്ണമായി ഓതി തീർക്കണം. ആരെങ്കിലും ഖത്തം ഓതാൻ ഏൽപ്പിച്ചാലും ഇപ്രകാരം തന്നെയാണ്. ഓക്കെ, കൂലി കിട്ടും. ഇത് പക്ഷേ കടമ വീടൂല, ഹക്ക് ബാധ്യത വീടൂല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ സൂറത്തുൽ സിൽസാൽ 2 തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി ഓതിയതിന്റെ ഒരു ഖത്തം തീർത്തതിന്റെ കൂലി അവന് ലഭിക്കുന്നതാണ്. എത്ര എളുപ്പമുള്ള പരിപാടിയല്ലേ. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം തരട്ടെ. എല്ലാ രാത്രിയിലും 1 തവണ ഓതിയാൽ പകുതി ഖുർആൻ ഓതിയ കൂലി, ഇനി 2 തവണ ഓതിയാലോ പൂർണ്ണമായിട്ട് ഓതിയ കൂലി. എല്ലാ ദിവസവും ഒരു ഖത്തമിന്റെ കൂലി നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറ്റാൻ അവസരം കിട്ടിയിട്ട് ചെയ്യാതിരുന്നാൽ വളരെ നഷ്ടമല്ലേ. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം തരുമാറട്ടെ. ഇനി അടുത്തൊരു സൂറത്ത്, നമുക്കറിയുന്ന സൂറത്താണ് സൂറത്തുൽ സിൽസാൽ. ഇനി വമൻ ഖറഅ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, അടുത്തൊരു സൂറത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ കാനത്ത് ലഹു കഇദിലി റുബഇൽ ഖുർആൻ, ഖുർആനിന്റെ 1/4 ഭാഗം ഓതിയതുപോലെയാണ്. ഖുർആന്റെ 1/4, ഖുർആന്റെ 1/4 ഭാഗം, അതായത് 4 തവണ ഒരാൾ സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്താൽ 1 തവണ പൂർണ്ണമായിട്ടും ഖുർആന്റെ ഖത്മു ചെയ്തതിന്റെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹക്ക് തീരണമെങ്കിൽ, ബാധ്യത തീരണമെങ്കിൽ, ഏറ്റെടുത്ത സംഗതികൾ ഖത്ം ഓതാൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാൻ ഇതുകൊണ്ട് പരിഹാരമാവൂല. അതിൽ പൂർണ്ണമായിട്ട് ഖത്ം ഓതണം. ഇത് കൂലി ലഭിക്കാൻ, ഖത്ം ഓതിയ ഒരു പൂർണ്ണമായിട്ട് ഖുർആൻ ഓതിയതിന്റെ ഒരു സ്ഥാനം, ഒരു കൂലി ലഭിക്കാൻ, മിസ്ൽ സവാബ് കിട്ടാൻ ഈ ഒരു സൂറത്ത് 4 തവണ ഓതിയാൽ മതി. സൂറത്തുൽ കാഫിറൂൻ ഇൻഷാ അല്ലാഹ് പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതുപോലെ മറ്റൊരു സൂറത്താണ് മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പല ആളുകളും ശ്രദ്ധിക്കാതെ കുൽഫു അല്ലാ എന്നൊക്കെ ഓതലുണ്ട്. അതുപോലെ കുഫുവൻ നഹദ്, നഹദ് എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ഓതുക. അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് ഖുർആൻ ഓതേണ്ടത്. ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ്. നമ്മൾ നല്ല കാര്യങ്ങളുടെ ഖിറാഅത്തുകൾ നമ്മളെ യൂട്യൂബിലൊക്കെ കിട്ടും. നമ്മുടെ ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മുമ്പൊക്കെയാണ് ഇൽമു കിട്ടാൻ വഴിയില്ലാതെ പല രാജ്യങ്ങളിൽ പോയിട്ടൊക്കെ വലോ ബിസീൻ എന്ന നബിതങ്ങൾ പറഞ്ഞ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് പഠിക്കണമെന്ന്. ഇന്ന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചൈനയിലുള്ളതൊക്കെ ചൈനീസ് ഫുഡൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാക്കും. ഇങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഇന്ന് കിട്ടാൻ വളരെ എളുപ്പമാണ്. നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നടന്നൊരു സംഗതി നമ്മൾ ചിലപ്പോൾ യൂട്യൂബ് നോക്കുമ്പോഴായിരിക്കും അറിയാം, റബ്ബേ ഇത് നമ്മുടെ വീട്ടിലല്ലേ.
നമ്മുടെ ചിലപ്പോൾ നമ്മുടെ ഉമ്മറത്തായിരിക്കും ഒരു പ്രശ്നം നടന്നിട്ടുണ്ടാകും, അത് നമ്മൾ കാണുന്ന എപ്പോഴാണ് വാട്സപ്പിലേക്ക് വീഡിയോ വരുമ്പോഴായിരിക്കും ഇത് എൻ്റെ വീടിൻ്റെ മതിലല്ലേ എന്ന് നോക്കുക. കാരണം എന്താ, നമ്മൾ അറിയുന്നതിന് മുമ്പ് ഇന്ന് കാട്ടുതീ പോലെ പ്രചരിക്കുകയാണ് വിഷയങ്ങളൊക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇന്ന് എല്ലാ വഴികളും ഉണ്ട് ഇൽമു പഠിക്കാൻ. ഇല്ല എന്ന് പറഞ്ഞ് നാളെ റബ്ബിൻ്റെ മുമ്പിൽ ഒഴിവാകാൻ പറ്റൂല. റബ്ബെ എനിക്ക് പഠിക്കാൻ അവസരം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്, സൗകര്യങ്ങളില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും റബ്ബിൻ്റെ മുമ്പിൽ നാളെ രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിക്കാൻ ഒരുപാട് വഴികൾ, ഇന്ന് സൂറത്തുകൾ പഠിപ്പിക്കുന്ന എത്രയോ വഴികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയൊക്കെ പഠിക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ശ്രദ്ധിച്ച് ഓതിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു സൂറത്ത് കാനത് ലഹു കഇദിലി സുലുസിൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 സമമായി നിൽക്കുന്നതാണ്. അതിനോട് അതായത് സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഒരാൾ ഓതിക്കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ അൽ ഫാത്തിഹ വിളിക്കുന്ന സമയത്തൊക്കെ ഫാത്തിഹ ഓതിയ ശേഷം 3 തവണ ഓതാറുണ്ട്. എന്തേ കാരണം, 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഒരു ഖുർആൻ പൂർണ്ണമായി ഓതിയതിൻ്റെ കൂലി അതിൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കും. അപ്പോൾ അതും ജീവിതത്തിൽ പതിവാക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതൊക്കെ ചെറിയ സൂറത്തുകളാണ്, വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞത് മുഴുവൻ 2 സൂറത്തുൽ സിൽസാൽ, അതുപോലെ 4 കുൽയായുൽ കാഫിറൂൻ, 3 ഖുൽ ഹുവല്ലാഹു അഹദ് സിമ്പിളായിട്ട് ഓതി തീർക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് മതി ജീവിതത്തിൽ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഖുർആനുമായിട്ടൊരു ആത്മീയ ബന്ധം നമുക്ക് വേണം, ഖുർആനുമായിട്ടൊരു സ്നേഹബന്ധം വേണം. കാരണം ഷഫീഅൻ ലി അസ്ഹാബിഹി, നാളെ ഖുർആൻ നാളെ മഹ്ശറിൽ വരും. ഷഫീഅൻ ലി അസ്ഹാബിഹി, അവൻ്റെ ആ ഖുർആനെ പരിഗണിച്ച അതുമായി കൈകാര്യം ചെയ്ത് ജീവിച്ച ആളുകൾക്ക് ഷഫീആയിട്ട് ശുപാർശകനായിട്ട് വരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തരത്തിൽ ഖുർആൻ സാക്ഷി നിൽക്കുന്ന മുത്തുനബി തങ്ങളുടെ ശുപാർശ കിട്ടുന്ന നല്ല മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ. നമ്മുടെ ഖിറാഅത്തുകളും നമ്മുടെ ഖുർആൻ പാരായണവും ഒക്കെ അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു മുഖ്റവിയായ ഹാഫിദീങ്ങളും ആലിമീങ്ങളും ഒക്കെ ആക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ മക്കൾ കുരുത്തക്കേടാണ്, മക്കളെ നന്നാൻ വേണ്ടിയൊക്കെ ദുആ ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി നൽകുമാറാകട്ടെ. ഇരു ലോകത്തും ഉപകരിക്കുന്ന നല്ല മക്കളാക്കി തരുമാറാകട്ടെ.